നമസ്കാരം. നാറ്റോയ്ക്ക് അതായത് മക്കള് അപ്പനെതിരെ യുദ്ധം ചെയ്യുക എന്ന് പറയും. ഈ നാറ്റോ രാജ്യങ്ങൾ യൂറോപ്പിലുള്ളതാണ് കൂടുതൽ രാജ്യങ്ങൾ. അതിന് തൊട്ട് കിടക്കുന്ന ഉക്രൈൻ റഷ്യ ആക്രമിച്ചു കഴിഞ്ഞ് 3 വർഷമായിട്ട് ലക്ഷങ്ങളോളം അവിടെ ആൾക്കാർ മരിക്കുന്നു. ലക്ഷക്കണക്കിന് അഭയാർത്ഥികളായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അന്നേരം ഒന്നും യൂറോപ്പിലുള്ള ഈ നാറ്റോ രാജ്യങ്ങൾക്ക് റഷ്യക്കെതിരെ ഇതുപോലൊരു സൈനിക സന്നാഹം നടത്താൻ യാതൊരു ധൈര്യവും വന്നില്ല. കാരണം പുടിൻ പറഞ്ഞു, നാറ്റോ രാജ്യങ്ങൾ ആരെങ്കിലും ഇടപെട്ടാൽ ഞാൻ ന്യൂക്ലിയർ ബോംബ് പേടിച്ചു. അതേ സ്ഥാനത്ത് ഈ നാറ്റോ രാജ്യങ്ങളുടെ തന്ത അമേരിക്ക ഗ്രീൻലാൻഡ് പിടിക്കുന്നു പറയുമ്പോഴത്തേനും നാറ്റോ രാജ്യങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ ഇവരൊക്കെ സൈന്യങ്ങളെ അയച്ചു വിരട്ടാനായിട്ട്. ബ്രിട്ടൻ എത്ര പേരെ അയച്ചെന്നറിയോ? ഒരു ഓഫീസർ. സ്വീഡൻ 25 പേര്, ഫ്രാൻസ് 50 പേര്. ഇവരൊക്കെ കൂടി അവിടെ ചെന്നാൽ ഗ്രീൻലാൻഡ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അവരുടെ വിചാരം. ഇങ്ങനെ രാഷ്ട്രത്തലവന്മാരും മണ്ടന്മാരും മങ്കൂസുകളും ആകും ലോകത്ത്. അവർ എന്നു വെച്ചാൽ നമ്മുടെ ഇവിടെ കാണുന്ന പോലത്തെ അല്ലേ എല്ലാ രാജ്യങ്ങളിലുള്ള നേതാക്കന്മാർ. ട്രംപിൻ്റെ ആവശ്യമാണ് ഗ്രീൻലാൻഡും മെക്സിക്കോയും കാനഡയും ഒക്കെ സ്വന്തമാക്കണം എന്നുള്ളത്. ആ ഒരു അന്തർധാരയാണ് പുടിനുമായിട്ട് ആദ്യം ഭരണത്തിൽ കയറിയ ഉടനെ ഡീലടിച്ചത്. അതാണ് ഉക്രൈൻ്റെ സൈഡിൽ നിൽക്കാതെ പുടിൻ എപ്പോഴും റഷ്യയുടെ സൈഡിൽ നിന്ന്. റഷ്യക്ക് ബ്ലാങ്കറ്റ് ചെക്ക് കൊടുത്തു, ഉക്രൈൻ താനെടുത്തു, ഞാൻ എൻ്റെ അടുത്തുള്ള ചില സ്ഥലങ്ങളും എടുത്തു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ 2 മാസം മുമ്പ് ഇട്ടായിരുന്നു, ഇവർ തമ്മിലുള്ള അന്തർധാര എന്നും പറഞ്ഞു. അപ്പം ഈ മക്കള് ഒരു വീട്ടിൽ കുറേ സഹോദരങ്ങളുണ്ട്. ഒരു സഹോദരനെ അയൽവാസിയിട്ട് അടിക്കുമ്പം ബാക്കി സഹോദരങ്ങൾ നോക്കി നിൽക്കുക. അപ്പം പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് അവൻ താമസിക്കുന്ന വേണേൽ നിങ്ങൾ ഇടപെട്ടോളാം. ആരും ഇടപെട്ടില്ല. അതേ സ്ഥാനത്ത് അപ്പൻ ഈ ഒരു മകനെ അടിക്കുമെന്ന് പറയുമ്പോഴേ ബാക്കി എല്ലാ മക്കളും അപ്പനെതിരെ തിരിയുന്നു. അതേപോലെയാണ് ഈ നാറ്റോയുടെ ഉക്രൈന് ഒരു സഹോദരന് റഷ്യ അടിച്ചപ്പോൾ ഇവരാരും അനങ്ങിയില്ല. തന്തയായ അമേരിക്ക ഇതിൽ ഡെൻമാർക്കിൻ്റെ ഒരു ഐലൻഡിനെ പിടിച്ചെടുക്കുമെന്ന് പറയുന്നതിന് ബാക്കി മക്കൾക്കെല്ലാം ഭയങ്കര എതിർപ്പ്. ഈ ഡെൻമാർക്ക് എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിന് അവരുടെ 10 ഇരട്ടി വലിപ്പമുള്ള ഗ്രീൻലാൻഡ്, അത് 2000 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഗ്രീൻലാൻഡിനെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഇപ്പൊ ഡെൻമാർക്കിനെ തന്നെ അവർക്ക് സംരക്ഷിക്കാൻ പറ്റും നാളെ സോവിയറ്റ് യൂണിയൻ അങ്ങോട്ട് കയറി ചെന്നാൽ? പറ്റത്തില്ല. പിന്നെ എന്തിനാ അവർ അത് കൈവശം വെക്കണം? അപ്പോൾ ലോകത്തൊരു സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ഒരു പോലീസുകാരൻ വേണം, ഒരു പോലീസ്. അത് അമേരിക്കയ്ക്കേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് എക്സ്പാൻഷനിസ്റ്റ് കൺസെപ്റ്റ് നേരത്തെ ഇല്ല. ചൈനയ്ക്കും റഷ്യക്കൊക്കെ അവർക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക കഴിഞ്ഞ് 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലവും കൂടുതലായിട്ട് വെട്ടിപ്പിടിക്കാനായിട്ട് പോയിട്ടില്ല. ഭരണം മാറ്റാനായിട്ടുള്ള ഇതിന്